Good morning, ma'am. Good morning. Good morning, Good Miss. morning, ma'am. Morning, ma'am. Good morning, ma'am. Good Good morning. morning, Morning, ma'am. Miss. Good morning, miss. Good morning, ma'am. Good Okay. morning, ma'am. Good morning, all. Prayer ആരാണ്? ഞാനാണ് മാം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്തോട്ടാ. Good morning, ma'am. Good morning, my dear friends. I'm Tamanna from Trivandrum. Where? Dear God, dear God, dear God, dear God, in my work, in my play, let me not to forget to pray. In my work, in my play, let me not to forget to pray. In the early morning and dark, give me strength to do things right. In the early morning and dark, give me strength to do things right. Dear God, dear God, dear God, dear God. Thank you, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ് ജോലി. നന്നായിട്ട് പാടിയിട്ട് തമന്ന. സൈനിങ് ആരാണ്? തോട്ട് ഓഫ് ദ ഡേ ആൻഡ് സൈനിങ്. ഹലോ മാം, Quote of the day. ഞാനാണ് സൈനിൻ സജിത. സജിത പറഞ്ഞോടാ. ഞാൻ ഒരു ആക്ഷൻ സോങ് ആണേ, വീഡിയോ ഓണാക്കാൻ കഴിയില്ല. വീഡിയോ ഓൺ ആക്കണ്ടേ? ഞാൻ പിൻ അല്ല, ചെയ്യാൻ ഞാൻ പാടിക്കോളൂ, വീഡിയോ ഓണാക്കാൻ കഴിയില്ല. ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഓൺ ചെയ്തിട്ടാണ്. അങ്ങനെ വലിയ ആക്ഷൻ സോങ് അല്ല, ചെറിയൊരു ഇംഗ്ലീഷ് പാട്ട്. ഓക്കെ, പിന്നെ ഓണാക്കാം. ഓക്കെ. I wish I may a little raindrop fall from the sky to the bottom earth. I wish I may a little raindrop fall from the sky to the bottom earth. I may fall on the roadside street and mix with the dirty mud that everyone walks. I may fall on a yellow flower, glitters well and shines so bright. I may fall on an oyster, a pearl that is so bright and precious ever. I wish I may a little raindrop fall from the sky to the bottom earth. I wish I'm a little flower, red as blood and sweet in smell. I may bloom on a little tree, cute and sweet as a little bird. I may hide under greeny lips, but no one plucks me up again. I need blooms of a bright red rose that looks so good and smells so nice. I wish I'm a little flower, red and blood and sweet in smell. I wish I'm a twinkling star, brighter in the darker sky. I may light up so bright that everyone smile to me always. I wish I'm a twinkling star, twinkling, twinkling, twinkling star. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ സജിത, നന്നായിട്ട് പാടി. അത് വീഡിയോ ഓൺ ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടി ആക്ഷൻ സോങ് അല്ലേ, അപ്പൊ കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ഇനി പാടും പോണൊക്കെ അടുത്ത പ്രാവശ്യം പാടുമ്പോ ഓണാക്കണം കേട്ടോ. ശരി. കുറച്ച് എന്താ പറയാ, പേടിക്കൊന്നും വേണ്ട. വീഡിയോ ഓൺ ചെയ്ത് കാണിക്കുമ്പോ തെറ്റിപ്പോയാലൊന്നും ഞങ്ങൾ ആരൊന്നും പറയില്ല, കളിയാക്കി അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം ഞങ്ങൾ എല്ലാവരും എന്റെ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലേ? എന്തോരം ഫ്രണ്ട്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. തോട്ട് ഓഫ് ദ ഡേ ആയിഷ. Good morning, friends. Good morning, all. Quote of the day. All our dreams come true if we have the courage to pursue them. Walt Disney. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ ഡ്രീമും പിന്നെ എല്ലാ ഡ്രീമും നമുക്ക് നല്ല ഇതാക്കാൻ പറ്റട്ടെ.
സ്വപ്നങ്ങളും എന്താ പറയാ, മലയാളത്തിൽ എന്താ പറയണ്ടേന്ന് കിട്ടുന്നില്ല, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാവട്ടെ. ഓക്കെ മാം, താങ്ക് യു. ഞാനും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം നല്ലൊരു ടീച്ചറായിട്ട്, ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ ടീച്ചറായിട്ട് മാറാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഹെൽത്ത് കെയർ ആയിരുന്നു. ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ? അതെ മാം. ഡയറ്ററി റിക്വയർമെന്റ്സ് അവിടെ. ഓക്കെ. ഓക്കെ. ഈ പോർഷൻ തീർന്നിട്ട് നമുക്ക് ആക്ടിവിറ്റി നോക്കാം, ഇല്ലെങ്കിൽ നമ്മള് ബാക്ക് ആവും. അപ്പൊ പോർഷൻ നോക്കാം എല്ലാവരും. തനിച്ച് സ്വപ്നം കണ്ടു അല്ലേ? ഞാനത് ആദ്യത്തെ വായിച്ചില്ല കേട്ടാ. മാം ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടല്ല, കമ്മലൊക്കെ മാറിയിട്ടാ. കമ്മല് മാറിയിട്ട് ഹെയർ സ്റ്റൈലും നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാം ഇന്ന് സുന്ദരിയായിരുന്നു. ഓക്കെ. അത് ഞാൻ ഇവിടെ വന്നപ്പോ കമ്മൽ ഇടാൻ മറന്നുപോയി. എനിക്ക് ആദ്യാമിസാണ് കമ്മല് തന്നത്. ആദ്യാമിസിന്റെ കമ്മൽ ഇട്ടിട്ടൊക്കെ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും കമ്മലൊന്നും ഇടാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായാണ്. കുഴപ്പമില്ല. ഓക്കെ. അപ്പോ തൻസിയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സ്വപ്നത്തിന്റെ രൂപത്തിൽ കാണുന്നത്. അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും നടക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡ്രീംസ് ആയിരിക്കും നമ്മളെ സ്വപ്നമായിട്ട് കാണുന്നത്. അപ്പൊ തൻസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ടീച്ചറായിട്ട് മാറാനാണ്. സോ അതാണ് ആ കുട്ടി സ്വപ്നമായിട്ട് കാണുന്നത്. ഓക്കെ. നമുക്ക് പോർഷനിലേക്ക് വരാം. ഇനി അധികം ഇല്ല. അപ്പൊ ഒരാള് വായിക്കാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് ഒരാൾ വായിച്ചോ? വെൽ ബാലൻസ്ഡ് ആയിട്ട്. ഞാൻ വായിക്കട്ടെ മാം? വായിച്ചോടാ. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like paratha stuffed with vegetables, mixed vegetables, rice, fruits, cream, stewed fruits, seeds containing vegetables such as carrot, halwa, fruit vegetable mix, lassi, milk shake, etc. Process such as germinations, sprouting of whole pulses helps in increasing the nutrient value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small, common meals. During ill health, never starve a child during illness. Medical and dietary advice should be strictly adhered to. ഓക്കെ. വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അത് ഒരു എന്താ പറയാ, കുഞ്ഞു കുട്ടികൾക്ക് 3 to 6 years കുട്ടികൾക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന എങ്ങനെയാണ് 3 times ആണ് നമ്മൾ മുതിർന്നവർ കഴിക്കുന്നത്. അതേപോലെ എല്ലാ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു 5 or 6 സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു സ്നാക്സിന്റെ ടൈം അല്ലെങ്കിൽ ഒരു ടിഫിൻ ടൈം ആയിട്ട് ഒരു 11 o'clock ആവുമ്പോൾ കൊടുക്കാം. ദെൻ 1 o'clock ലഞ്ച് കൊടുക്കാം. ദെൻ 3 o'clock ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. സ്നാക്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ മക്കൾക്ക് സ്നാക്സ് കൊടുക്കാറില്ല, ചിപ്സോ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഞാൻ കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ശീലിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം ഇങ്ങനെ ചിപ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ആപ്പിളോ അല്ലെങ്കിൽ പേരക്കയാണ് അവർ നന്നായിട്ട് കൂടുതൽ കഴിക്കുന്നത്. ആപ്പിളും പേരക്കയും കഴിക്കും. അപ്പോ എനിക്ക് ഇത് രണ്ടും സീസണൽ ഫുഡ് അല്ല, എന്നാലും കുഴപ്പമില്ല, എപ്പോഴും കിട്ടണതാണ്. അപ്പൊ ഞാനത് മുറിച്ച് കട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഒരു ആപ്പിൾ ആയിരിക്കും ഒരു ദിവസം കഴിക്കുന്നത് ഈവനിങ്. അപ്പൊ അതനുസരിച്ച് ഫ്രൂട്ട്സ് ആണ് അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറ്.
അപ്പൊ ഒരു 5-6 ടൈംസ് മീൽസ് കുട്ടികൾക്ക് കൊടുക്കാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ എല്ലാ ന്യൂട്രീഷൻ മീൽസും മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ മീൽ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ എത്ര കലോറീസ് വേണം എന്നൊക്കെ കൂടുതൽ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചില പാരന്റ്സ് പറയും ഇന്ന ഐറ്റംസ് ഒന്നും എന്റെ മോന് ഇഷ്ടമല്ല. അങ്ങനെയല്ല, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടിക്ക് വേറെ രീതിയിൽ. ഇപ്പൊ എന്റെ മോക്ക് സ്ട്രോബെറി വെറുതെ കൊടുത്താൽ കഴിക്കില്ല അവള്. സ്ട്രോബെറി വെറുതെ കൊടുക്കുകയാണെങ്കിൽ അവള് കഴിക്കില്ല, അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ അത് ഷേക്ക് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവളത് കഴിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന രീതി ഒന്ന് മാറ്റാനായിട്ട് നോക്കുക, വേറെ രീതിയിൽ കൊടുക്കുക. എപ്പോഴും റൈസ് കുറവ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് റൈസ് കൊടുക്കുന്നതിലും ഒത്തിരി വെജിറ്റബിൾസും ഒത്തിരി ഫ്രൂട്ട്സും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ പൾസ് ഉണ്ടല്ലോ, അത് മുളപ്പിച്ച് സ്പോട്ട് ചെയ്തെന്ന് വെച്ചാൽ മുളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറുപയർ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചെറുപയർ മുളപ്പിച്ചിട്ട് അത് തോരൻ വെച്ച് കൊടുക്കും. അത് ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട് കുറച്ച് നാളായി, അപ്പൊ അതുകൊണ്ട് ഞാനത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ട്രിക്സ് ആണ്. ചെറുപയർ എന്തെങ്കിലും മുളപ്പിച്ചിട്ട് അത് കൊടുക്കും. അല്ലെങ്കിൽ ചെറുപയർ കുറച്ചും കൂടി ഇങ്ങനെ ഇല വരുമല്ലോ, ആ സമയത്ത് ഞാനത് കട്ട് ചെയ്തിട്ട് അത് നമ്മളിപ്പം ഗ്രീൻ എന്താ പറയുക ചീരയൊക്കെ ഇങ്ങനെ എന്താ പറയാ കറി വെക്കുന്ന പോലെ തന്നെ ചിക്കി കൊടുക്കും. അപ്പൊ അത് ആൾ കഴിച്ചോളും. മുരിങ്ങയില എനിക്ക് എന്തൊക്കെ ഇല കിട്ടും അതെല്ലാം ഞാൻ കൊടുക്കും. മുരിങ്ങയില കൊടുക്കും, ചീര കൊടുക്കും, മൾബറിയുടെ ഇല കൊടുക്കും. അപ്പം ഇലക്കറികളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പക്ഷെ കുട്ടികളാവുമ്പോ അത് കഴിക്കാൻ കുറച്ച് മടിയൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ വേറെ രീതിയിൽ റൗണ്ട് ഒക്കെ ചെയ്ത് വേറെ രീതിയിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. സോ നമ്മൾ മാക്സിമം കുട്ടികൾക്ക് മൾബറിയുടെ കിളിന്തലയാണോ? ആ കിളിന്തല നമ്മള് ചീര വെക്കുന്നത് പോലെ തോരൻ വെച്ച് കൊടുക്കും. തോരൻ വെച്ച് കൊടുക്കും. അത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വാഴ വെച്ചിട്ട് അത് നമ്മള് മുട്ടയിട്ടിട്ട് ചിക്കി കൊടുക്കും. നല്ല രസം, നല്ല ടേസ്റ്റ് ആണോ? ഞാൻ അങ്ങനെ അധികം വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് കഴിക്കും. ഞാൻ അധികം കഴിക്കാറില്ല, കാരണം ഈ ഇല കുറച്ചേ കിട്ടാറുള്ളൂ നമുക്ക്. അപ്പോ നമുക്കപ്പോ അത് യൂസ് ചെയ്യണോ ഫുൾ ആൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പൊ കുറച്ച് മോളും അത് പോയി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൊടുക്കാം. സാലഡ് ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് സാലഡ്. അപ്പൊ എല്ലാവരും കളിയാക്കി തന്നെ. ഞാൻ ലഞ്ച് കഴിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ കുക്കുംബറും ക്യാരറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ സാലഡ് ഉണ്ടാക്കി കൊടുക്കും. ഈ വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ. അല്ല, മീറ്റ്സും ഇത് കഴിക്കുന്നതിന് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒത്തിരി വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സ്കിന്നിൽ നല്ല ബ്രൈറ്റ്നെസ് കിട്ടുമെന്ന്. അതേപോലെ വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ച് നല്ല ഒരു ഇതില് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പൊ മിക്സ്ഡ് ആയിട്ട് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുക. അതേപോലെ ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സ് അത് ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം മിക്സ്ഡ് ഫ്രൂട്ട്സ് ചെയ്യുമ്പോൾ നമ്മള് കുറച്ച് മധുരമൊക്കെ ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പം മധുരം ഒഴിവാക്കുന്ന ഭാഗമായിട്ട് ഞാൻ ഒരു ഫ്രൂട്ടാ കഴിക്കാറ്, അല്ലാണ്ട് മിക്സ് ചെയ്ത് കഴിക്കാറില്ല. അപ്പൊ നമ്മള് ഏത് രീതിയിലാണോ കുട്ടിക്ക് ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യം അതേ രീതിയിൽ കൊടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ്? കാഷ്യൂ, പംകിൻ സീഡ്. ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം തേൻ ഒഴിക്കണം, നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ. നെല്ലിക്ക ഉണക്കിയത് ഞാൻ കഴിച്ചു. ഞാൻ അധികം ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ അധികം കഴിക്കാറില്ല. എന്നാലും ഞാൻ ആദ്യമായിട്ട് കണ്ടതാ നെല്ലിക്ക ഉണക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ട് മാം. അത് പിന്നെ മാംഗോന്റെ പിന്നെ അത്തിപ്പഴം പറയുന്നത് അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്. അത്തിപ്പഴത്തിന് കഴിച്ചിട്ടുണ്ട്. അത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിച്ചിട്ടുണ്ട്. കഴിവുണ്ടായിരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട്. ഓക്കേടാ. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ബോക്സ് പാടെടുത്ത് കാണിച്ചു തരാം. ഞങ്ങള് വെറുതെ ഹലോ കേൾക്കുന്ന? ഓക്കെ ഓക്കെ. തേനിനകത്ത് നെല്ലിക്ക ഉണക്കിയതായത്. ഓക്കെ. അപ്പൊ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്രൂട്ട്, നല്ലൊരു ഇതാ. ഇത് ഇച്ചിരി കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം കുടിക്കാനും പറ്റും. നല്ല ടേസ്റ്റും. ആ നെല്ലിക്കയുടെ കയ്പും പുളിയൊന്നും വരത്തുമില്ല. ഓക്കെ. പിന്നില്ലേ നമ്മൾ ക്യാരറ്റ് കുട്ടികൾക്ക് കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അപ്പൊ അവര് കഴിച്ചോളും.
നമ്മള് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ എന്താ പറയുക റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് കുട്ടികൾക്ക് റോ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ക്യാരറ്റ് എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നതിലും ഇഷ്ടം എനിക്ക് പച്ചക്ക് കഴിക്കുന്നത്. ക്യാരറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെറുതെ ഞാൻ കഴിച്ചുകൊണ്ടേ നടക്കും. ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കളിയാക്കിയൊക്കെ ചെയ്തു കേട്ടോ ആൾക്കാര്. ക്യാരറ്റ് കഴിക്കുന്ന മുയലാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. പക്ഷെ എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോക്കും അതെ മാം, എടുത്ത് തിന്നോളും. ക്യാരറ്റ് വാങ്ങി വെച്ചാൽ തീരുന്നറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ വീട്ടിലതെ മക്കൾ രണ്ടുപേരും ഞാൻ ക്യാരറ്റ് കഴിക്കുമല്ലോ, അപ്പൊ അത് എന്റെ കയ്യിൽ കാണുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടിട്ട് അവര് കഴിക്കും. അപ്പൊ അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. നമ്മൾ എന്താണോ ശീലിക്കുന്നത് അത് തന്നെ അവർ ഫോളോ ചെയ്യും. നമ്മള് അവരുടെ മുമ്പിൽ എന്താ കാണിച്ചു കൊടുക്കുന്നത് അത് തന്നെ അവർ ഫോളോ ചെയ്യും. എന്റെ ഒരു പ്രശ്നമാണ്, ഞാൻ എഗ് വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അത് എല്ലോ ഞാൻ കഴിക്കില്ല. ചിലപ്പോ അത് ഫാക്ട് ആയത് അങ്ങനെയൊന്നല്ല, എനിക്കത് ഇഷ്ടമല്ല, എന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. മോള് അത് തന്നെയാണ് ശീലം. അവള് എഗ് വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ, ഇത് കഴിക്കില്ല. അപ്പൊ ഹസ്ബൻഡ് എന്നോട് ചീത്ത പറയും, നീ കഴിക്കാത്തതുകൊണ്ടാണ്, അവള് നിന്നെ കണ്ടത് പഠിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഫാറ്റ് കഴിക്കുന്നത് അധികം നല്ലതല്ല, പക്ഷെ എന്നാലും കുട്ടികള് ഒരു എഗ് വൈറ്റ് അല്ലെ യെല്ലോ ഒരു വീക്കിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എഗ് വൈറ്റ് നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കും, പ്രോട്ടീൻ ആണ്, അത് കുഴപ്പമില്ല. ഒരു 2 എഗ്ഗിന്റെ വൈറ്റ് കഴിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അധികം ഫാറ്റ് കൊടുക്കാതിരിക്കാൻ നോക്കുക. യെല്ലോ ചില കുട്ടികൾക്ക് യെല്ലോ അതായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. അത് നമ്മൾ നോക്കി കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. പച്ചപ്പപ്പായ നല്ലതാണ്, പച്ചപ്പപ്പായ. ഓക്കെ, ഓക്കെ, എനിക്ക് യെല്ലോ ഇഷ്ടമല്ല, യെല്ലോ നന്നോടാ. അപ്പൊ നമ്മൾ നോക്കിയിട്ട് എല്ലാ ടൈപ്പ് ഫുഡും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാ ടൈപ്പ് ടേസ്റ്റും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടാകും എരിവ് കഴിക്കില്ല, അധികം ഉപ്പ് കഴിക്കില്ല, അധികം മധുരം കഴിക്കില്ല. എന്റെ മോളുണ്ട്, മൂത്താള്, അവള് അധികം എരിവ് കഴിക്കില്ല, അധികം മധുരമാണെങ്കിൽ അവൾ പാല് കൊടുക്കില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇളയാള് എല്ലാ ടൈപ്പ് ടേസ്റ്റും കഴിക്കും. അത് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ അടുത്തും അച്ഛന്റെ അടുത്തും കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നത്. അത് ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. മൂത്തത് പെങ്കൊച്ചാണല്ലോ, അതുകൊണ്ട് എന്റെ ടേസ്റ്റിലേക്ക് വന്നു. ഞാൻ അധികം എരിവ് കഴിക്കില്ല, അധികം മധുരം കഴിക്കില്ല. പക്ഷെ ഇളയാള് നന്നായിട്ട് എരിവ് കഴിക്കും, നന്നായിട്ട് മധുരം കഴിക്കും. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്, അത് type 2 ആണ്. പക്ഷെ മോന് ഷുഗർ വരാണെങ്കിൽ അത് type 1 ആയിരിക്കുമല്ലോ, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഷുഗർ. അപ്പൊ ഇനി എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അധികം ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു ലിമിറ്റ് ആണ്, എന്നാലും ആൾക്ക് മധുരം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മധുരം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അയ്യോ കാണണം, ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ എല്ലാ ടൈപ്പ് ടേസ്റ്റുകളും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഡൈജസ്റ്റബിൾ ആയിട്ട് ഈസി ആയിട്ട് പറ്റുന്നത്. നമുക്ക് അസുഖമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മള് പാരന്റ്സ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, കുത്തരിയുടെ കഞ്ഞിയൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടി നല്ലത്, പ്രിഫറബിൾ ആയിട്ടുള്ള നല്ലത്. എന്താണ്, ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തരിയുടെ കഞ്ഞിയൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ സ്മോൾ കോമൺ മീൽസ് ഡ്യൂറിങ് ഇൽ ഹെൽത്ത്, നമുക്ക് ചെറിയ മീൽസ് ആണ് നല്ലത്. ഹെവി ആയിട്ട് നോണൊന്നും കഴിക്കാതിരിക്കുക. വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത്. അത് നമ്മുടെ ബോഡിക്ക് ലോഡ് കൂട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയറ്ററി അഡ്വൈസുകൾ എടുക്കാം. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റും ഡോക്ടറെ എന്ന് ചുമ്മാ ഒന്ന് ചോദിക്കാം. ഡോക്ടർ പറയും അധികം ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഹെവി ആയിട്ട് ഫുഡൊന്നും കൊടുക്കണ്ട. ഓക്കെ, കുഴപ്പമില്ല, ജ്യൂസ് അടിച്ച് കൊടുക്കല്ലേ, അത് ഏതെങ്കിലും രൂപത്തിൽ അവരുടെ ബോഡിയിലേക്ക് എത്തിയാൽ മതി. തൻസി കുഴപ്പമില്ല, നമുക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് അടിച്ച് കൊടുക്കാം. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം, സ്ട്രോബെറിയുമാണ് വീട്ടില് പ്രശ്നമുള്ളത്. ഇതെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് അവൾ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചു തന്നെ, പക്ഷെ അവള് കഴിക്കൂല. അത് ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെ അവള് കഴിച്ചില്ല. അപ്പൊ ഹസ്ബൻഡിന് ഷേക്ക് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷേക്ക് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഷേക്ക് ആക്കി കൊടുത്തു. അത് നമ്മൾ ഓരോ രീതിയിലും ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാം, ഈ വെജിറ്റബിൾസ് ഒക്കെ മക്കൾക്ക് ഉപ്പിലിട്ടും കണ്ട് കൊടുക്കുന്നത് നല്ലതാണോ? അതെനിക്ക് അത്രയും ഉപ്പ് അതേപോലെ തന്നെ ഷുഗർ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ്, ഒത്തിരി യൂസ് ചെയ്യാതിരിക്കുന്നതിന് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നോർമൽ ഉപ്പിനേക്കാൾ പിങ്ക് സോൾട്ട് ഉപയോഗിക്കുമല്ലോ മാം? അതെനിക്ക് പിന്നെ നമ്മള് വേറെ കാര്യം പറയാനുണ്ട്. ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കുട്ടികൾ കഴിക്കാനായിട്ട് ഭയങ്കര വാശിയുണ്ട്. ഒരു കാരണവശാലും ഈ ബീച്ച് സൈഡിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതില്ലേ, അത് കൊടുക്കരുത്, വാങ്ങിച്ചു കൊടുക്കരുത്. അതില് ചില സ്ഥലങ്ങളില് ബാറ്ററി വെള്ളത്തിലൊക്കെയാണ് അധികം
പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് വെള്ളത്തിലൊക്കെയാണ് അവർ ഇട്ട് വെക്കണേന്നൊക്കെ ഞാൻ ഒരു ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്ത് ഇട്ട് കൊടുക്കണം. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് ലിമിറ്റ് ചെയ്യാലോ, ഉപ്പ് എന്തോരം ഇടണം, ഉപ്പ് എത്ര കുറവ് ഇടണം എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അത് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ മാക്സിമം എല്ലാനും നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. മാം, പച്ചക്കറി ഉപ്പിലിട്ട് കൊടുക്കുന്നതിനേക്കാളും ഇപ്പൊ ക്യാരറ്റ് ആരും കഴിച്ചില്ലെങ്കിൽ അത് മിക്സിയിൽ അടിച്ചിട്ട് മാവിൽ മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ കളർഫുൾ ആയിട്ട് കുട്ടികൾ അത് കഴിക്കും. എൻ്റെ മകള് ചെറുപ്പത്തിലിരിക്കുമ്പോൾ പഴമൊന്നും കഴിക്കാറില്ല. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യും, മിക്സിയിൽ അടിച്ചിട്ട് ചപ്പാത്തി മാവിൽ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. അവൾ അത് സൂപ്പറായി കഴിക്കും. അങ്ങനെയായിരുന്നു ഞാൻ അവളിനെ ഇതാക്കിയത്. അവള് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല. അപ്പൊ ചീരയാണെങ്കിൽ ചീര കഴിച്ചില്ലെങ്കിൽ കളർഫുൾ ആയിട്ട് ദോശ ഉണ്ടാക്കി അതിൽ സ്റ്റാർ ദോശയോ ഇല്ല ഹാർട്ട് സിമ്പൽ ഇട്ടിട്ട് ദോശയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കളർഫുൾ ആയിട്ട് അത് ആഗ്രഹിച്ച് അങ്ങോട്ട് കഴിക്കും. അതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ക്യാരറ്റിന്റെ പുട്ടുണ്ടാക്കും, ബീട്രൂട്ടിന്റെ പുട്ടുണ്ടാക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. നമ്മളുടെ അടുത്ത കളിയിലൊക്കെ നമ്മള് എങ്ങനെയാണ് അവരെ കഴിപ്പിക്കാന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ കുട്ടികളും ഫുഡ് മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അത് നമ്മൾ ഓറഞ്ച് ഡേ ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഒരു ദിവസം നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയാം, ഇന്ന് ഓറഞ്ച് ഡേ ആണ്, എല്ലാവരും ഓറഞ്ച് കളർ വെജിറ്റബിൾ ആണ് എന്ത് കരുപ്പി കൊണ്ടുവന്നത്. ചിലവർ ഓറഞ്ച് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സും അതേപോലെ തന്നെ ഫോളോ ചെയ്യും. ചില സ്കൂളുകളിലേക്കാ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാണ്, ഓറഞ്ച് ഡേ ആണെന്ന്. അപ്പൊ ഓറഞ്ച് കളർ ഡ്രസ്സ്, അപ്പൊ ഓക്കെ ഓറഞ്ച് കളർ ഡ്രസ്സ് അല്ലേ ഉണ്ടല്ലോ, ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അടുത്തത് എന്താണ്, ഓറഞ്ച് ഇത് വേണമെന്ന്, ഓറഞ്ച് കറി വേണമെന്ന്. അപ്പൊ ഞാനാണെങ്കിൽ ഓറഞ്ച് കറി ടീച്ചറോട് ചോദിച്ചു, മോള് പഠിക്കുന്നോടത്താ. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇന്ന് ഓറഞ്ച് ഡേ ആണ്. അപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ പോയിട്ട് വേഗം ക്യാരറ്റ് ചില്ലി അത് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത് വിട്ട്. തിരുകുമ്പിയ പിടിച്ച വാശി എന്താ പറയാ, പിടിച്ച മുയലിന് ആള് പിടിച്ച മുയലിന് 2 കൊമ്പിടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തോളാം. അങ്ങനത്തെയാ, ഭയങ്കര ഇത്തിരി കുറുമ്പിയാണ്. അതേപോലെ അപ്പൊ അങ്ങനെ കുറച്ച് ട്രിക്സ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികള് ഒരു വീക്കിൽ എന്തോരം വെജിറ്റബിൾസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇതേപോലെ ഓരോ ഡേ കൊടുക്കുക, യെല്ലോ ഡേ, ഗ്രീൻ ഡേ. അപ്പൊ ഗ്രീൻ വെജിറ്റബിൾ അല്ലെങ്കിൽ ലീഫി ഡേ ആണെങ്കിൽ നമ്മൾ ഇലക്കറികൾ മാത്രം കൊണ്ടുവരാനായിട്ട് പറയണം കുട്ടികളോട് എല്ലാവരോടും. അപ്പൊ അത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം വീക്കിലി ആ ഒരു ഡൈജഷൻ നീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ എന്റെ pre-KG പഠിക്കുന്ന കുട്ടിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. അവർക്ക് ഗ്രീൻ ഡേ ആയിരുന്നു. അപ്പൊ ടോയ്സ് വരെ കൊണ്ടുപോകണം. അപ്പൊ ടോയ്, അതായത് ഇവന് ഒരു ജീപ്പുണ്ട്, പച്ച ജീപ്പുണ്ട്. അതായത് അന്നത്തെ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ്, ഈ സ്കൂൾ തുടങ്ങിയ സമയത്തായിട്ട് പിള്ളേര് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ അടവുകളാണ്. അപ്പൊ അന്നത്തെ ദിവസം പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഒരു കരച്ചിലും ഇല്ല ആള്. എന്താ ഈ കാറ് കൊണ്ടുപോവാലോ, വേറെ ഒന്നും ആക്ക് വേണ്ട, ഡ്രസ്സോ വെനീനോ ഒന്നും വേണ്ട, ഈ കാറ് കൊണ്ടുപോകാനല്ല, നല്ല ഷെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ദിവസം ഉറക്കത്തിൽ വരെ ആള് പറയും ഉമ്മി നാളെ ഞാൻ സ്കൂളിൽ പോകണം കേട്ടോ. അത്ര ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്ക്. ഓക്കെ, ഇത് അവിടെ നടത്തിയത് കുറച്ച് അത്യാവശ്യം കൂടുതൽ ഡേ ഉണ്ടായിരുന്നു. എല്ലാ വീക്കിലുമാണ് നടത്തിയത്. വീക്കിലി എനിക്ക് തോന്നുന്നു മൺഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ഓരോ ദിവസമായിട്ട് ഓറഞ്ച് ഡേ, ഗ്രീൻ ഡേ. അത് എനിക്ക് തോന്നി നല്ലതാണെന്ന് തോന്നിയത്. അവര് ആ വെജിറ്റബിൾസും അതേപോലെ തന്നെ നോക്കി. അതേപോലെ ഡ്രസ്സ് അവർക്ക് ആ കളർ വേണം, നിർബന്ധമാണ്. ദൈവമേ, കളറ് കിട്ടാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചില കളറൊക്കെ. എന്നിട്ട് ഏകദേശം ഒപ്പിച്ചിട്ടുള്ള കളറൊക്കെ ഇടിച്ചു കൊടുത്ത് വിടും. പക്ഷെ അവള് പറയും വേറെ കുട്ടികൾ ചെയ്യുന്നത് ഈ കളറല്ല. അങ്ങനെ നമ്മള് അത് ഏതെങ്കിലുമൊക്കെ ട്രിക്ക്, ഓരോ ടീച്ചേഴ്സിന്റെ മെത്തേഡാണ് അവർക്ക് ഈ ഫുഡ് ഐറ്റംസ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് അതർ ഫുഡ് ഹാബിറ്റ്സ് നോക്കാം കേട്ടോ. ആരാ റീഡ് ചെയ്യുന്നത്? ഞാൻ വായിക്കാം. Other food habit, it is better to avoid strong flavors and too much spices. കുട്ടികളുടെ ഫുഡിൽ സ്ട്രോങ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണത് നല്ലതല്ല. നമ്മൾ ബിരിയാണി ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി അവർ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ സ്ട്രോങ് ഫ്ലേവേഴ്സ് അധികം ആഡ് ചെയ്യാറൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കിയിട്ട് അത് മതി. അധികം സ്പൈസസ് മാം, ഞാന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പൊ ഞാൻ എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് അവൾക്ക് പനി ഭയങ്കര കൂടുതലായിട്ട് ഇവിടെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു അത് ഈ പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ടാണ് കഫം കെട്ടിക്കിടക്കുന്നത്, അതാണ് ഇങ്ങനെ ചുമ വരുന്നത്. അപ്പൊ ഈ രാത്രികളിൽ സ്പൈസി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ മര്യാദയ്ക്ക് നടക്കാത്തത്. സ്പൈസി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. അവളാണെങ്കിൽ സ്പൈസിയെ കഴിക്കും, സ്വീറ്റ്സ് കഴിക്കില്ല. ഈ കുറച്ച് എരിവ് കുറഞ്ഞത് കഴിക്കില്ല. കുറച്ച് അവൾക്ക് നല്ലോണം എരിവാ വേണ്ടത്. അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഈ ലേറ്റ് ആയിട്ട് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക, നേരത്തെ ഫുഡ് കൊടുക്കുക. ഒരു 7 മണി അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഒരു 2 മണി, നമ്മൾ പൊതുവെ പറയുന്നത് തന്നെ 2 മണിക്കൂറിന് ശേഷം ഉറക്കുക, നേരത്തെ ഫുഡ് കൊടുക്കുക, നല്ല ഇതായിട്ടുള്ള നല്ലോണം സ്പൈസ് കുറച്ചിട്ട് മാത്രം ഫുഡ് കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ തന്നെ ഈ കഫത്തിന്റെ പ്രശ്നങ്ങള് ഇല്ലാണ്ടാവും. ഓക്കേടാ, അത് നല്ലതാണ്. കാരണം ഞാൻ കാര്യം പറയാം, ഒരുപാട് സ്പൈസസ് ചെറുപ്പത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. അത് അവർക്ക് ഭാവിയിൽ അത് പ്രശ്നം വരും. ഇപ്പൊ എന്റെ ഫാമിലിയിലാണെങ്കിൽ എന്റെ വീട്ടിലെല്ലാവരും എന്റെ അച്ഛൻ നന്നായിട്ട് സ്പൈസസ് നല്ല എരിവുള്ള കറിയായിരുന്നു, എരിവ് കൂടുതലായിരുന്നു വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഫാമിലിയില്. അപ്പൊ അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള കാര്യമുണ്ട്. കുട്ടികളിൽ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരും നമ്മളിപ്പോ ഒരുപാട് സ്പൈസും ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കൊടുക്കാതിരിക്കും. ദെൻ ടു ഹോട്ട് ആൻഡ് ടു കോൾഡ് ഫുഡ് ഷുഡ് ബി അവോയ്ഡ്. ഒത്തിരി ചൂടുള്ള ഫുഡ് അതേപോലെ തന്നെ ഒത്തിരി തണുത്ത ഫുഡ് നമ്മൾ കൊടുക്കാതിരിക്കാം. ഫുഡ് should be prepared depends upon the dislike of the child. നമ്മൾ കുട്ടീനോട് ചോദിച്ചിട്ട് അവരുടെ ആഗ്രഹമൊക്കെ ചോദിച്ചിട്ടൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഈ കുട്ടിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വേറെ രീതിയിൽ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ ശ്രമിക്കാം. The child should never be forced to eat. കുട്ടീനെ നിർബന്ധിച്ച് കഴിക്കരുത്. ഒരുപാട് പണ്ടത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പാരന്റ്സ് വിചാരിച്ചിരുന്നത് ഒരുപാട് ചോറ് കഴിക്കണം, ചോറ് കഴിച്ചാലാണ് ഒരുപാട് എനർജി കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമുക്കറിയാം ഒത്തിരി ചോറ് കഴിക്കാൻ പാടില്ല, അതിന്റെ സൈഡ് എഫക്ട് നമ്മുടെ ജനറേഷൻ അത് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട്. ചോറ് അന്നത്തെ കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നത് അവര് പാടത്തും പറമ്പിലും നന്നായി പണിയെടുക്കുമായിരുന്നു. നല്ല എനർജി നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ആൾക്കാർ. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് അത്രയും വർക്കില്ല, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അപ്പൊ അത്രയും ഫുഡിന്റെ അത്ര എനർജിയുടെ ആവശ്യമില്ല നമുക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. വീട്ടില് അവര് അതൊരു റീസൺ. പിന്നെ മിക്സി, ഗ്രൈൻഡർ ഇതൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മിക്കല്ല്, ആട്ടുകല്ല് അതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീടായാലും എല്ലാം കുനിഞ്ഞു തുടയ്ക്കുക, നമ്മുടെ സ്റ്റിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പണിയായാലും ശരി, പുറത്തു പോയി ചെയ്യുന്ന പണി നല്ല ഹെവി ആയിട്ടും നല്ല കഠിനമായിട്ടുള്ള പണിയായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെയല്ലല്ലോ, മിക്സി ഓണാക്കുക, അടിക്കുക, അങ്ങനെയൊക്കെ. അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. Okay. In order to develop the taste, less likable food can be offered when the child is very hungry and followed by more likable food. നമ്മളല്ലേ കുട്ടി വിശന്നിരിക്കുന്ന സമയത്ത് അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണെങ്കിൽ അവനത് കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്ത് കയ്യിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടാവില്ല. ഭയങ്കര വിശപ്പാണെങ്കിൽ അവരാ ഫുഡ് കഴിച്ചോളും. അത് ഇഷ്ടമല്ല, വേണ്ട ഒന്നും പറയില്ല, വേഗം കഴിച്ചോളും. നമ്മളത് ഒബ്സർവ് ചെയ്താൽ മതി. But this age, children are able to feed themselves independently, and this should be aided. Okay. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ 3 to 6 years ആണ്. നമ്മൾ അവർക്ക് ഒരിക്കലും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ചോറ് വാരി കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. കാരണം അവർ കഴിച്ചോട്ടെ. അത് ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോയപ്പോ എന്റെ മോനെ പറഞ്ഞു, അവൻ ഫുഡൊന്നും അധികം കഴിക്കുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ച്, അവനിപ്പോ എത്ര വയസ്സായി? 1 വയസ്സായി, 1.25 വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ എങ്ങനെ ഫുഡ് കൊടുക്കണേ? അത്യാവശ്യം കമ്പനിയാണ് ആള്. നീ എങ്ങനെ ഫുഡ് കൊടുക്കണേ കൊച്ചിനെ? ഞാൻ വാരി കൊടുക്കും. അപ്പൊ അവൻ അധികം കഴിക്കുന്നില്ല. നീ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അവനറിയാ വാരി കഴിക്കാനായിട്ട്. നീ അവനോട് കാര്യം ചെയ്യും, ചോറ് വെച്ച് കൊടുക്കുക, എന്നിട്ട് അവനോട് വാരി കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചിന് ചോറ് വാരി കഴിക്കാനായിട്ട് ഞാൻ ആദ്യം തമാശയാന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലേറ്റിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് എന്ത് ചെയ്തു,
കൊടുത്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട്, ചുറ്റും പോകുന്നൊക്കെ ഉണ്ട്. എന്നാലും അവരത് കഴിക്കുന്നുണ്ട്. ആ സ്വയം അത് കഴിക്കുന്നുണ്ട്. അത് ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞവരെ നോക്കിയിരുന്നു, അവരത് കഴിക്കുന്നുണ്ട്. വീണ്ടും കഴിക്കുന്ന വെച്ചാൽ കുറച്ചൊരു കാൽഭാഗം, ഞാൻ ഇട്ട് കൊടുത്തതിന്റെ കാൽഭാഗം ഒന്നും കഴിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവര് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാനായിട്ട്, അവർക്ക് വേണ്ട ഫുഡ് അവര് സ്വയം കഴിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ വാരി കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, അവര് തനിയെ തന്നെ കഴിച്ചു പോകും. ഓക്കെ, നമ്മൾ ഒത്തിരി ഡിപ്പെൻഡന്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കാം. Care should be take to see that meal times are calm. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം നല്ല calm ആണെന്ന് ഉറപ്പുവരുത്തണം. It is better to serve nutritious snacks in between meals. നമ്മൾ സ്നാക്ക് കൊടുക്കുക, മീൽസിന്റെ ഇടയിൽ സ്നാക്സ് കൊടുക്കുന്നത് നല്ലതാണ്, ചില മീൽസുകളുടെ ഇടയിൽ. But the children should not be allowed to highlight snack instead of meal. അപ്പൊ സ്നാക്സ് കഴിച്ചിട്ട് എനിക്ക് ചിപ്സ് കഴിച്ചിട്ട് എനിക്ക് മീൽ ഒന്നും വേണ്ട, കഴിച്ചോളൂ എന്നൊക്കെ പറയരുത്. അപ്പൊ നമ്മളത് അവോയ്ഡ് ഒത്തിരി കൊടുക്കാതിരിക്കുക, കുറച്ച് ആ വിശപ്പൊന്ന് ശമിക്കാൻ വേണ്ടി മാത്രം കൊടുക്കാം. ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുക, കൊടുക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഞാൻ പ്രിഫർ ചെയ്യൂല, അത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഫുഡുകൾ, ഒരുപാട് സ്വീറ്റ്സ് ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യാം. സംടൈം അറ്റ് ദ സെയിം ടൈം ദ ഫുഡ് ഷുഡ് നോട്ട് യൂസ് ദ സോഴ്സ് ഓഫ് ബെനിഫിറ്റ്സ് ഓർ പണിഷ്മെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യരുത്. നീ ഇന്ന് ചെയ്താലേ നിങ്ങൾക്ക് ഫുഡ് തരുള്ളൂ അങ്ങനൊന്നും പറയരുത്. കൺസേൺ ഷുഡ് ബി ടേക്കൺ ദാറ്റ് ചൈൽഡ് ഡസ് നോട്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികൾ മുതിർന്നവരല്ല, കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ മുതിർന്നവര് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കുട്ടികൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. Children usually enjoy the food when all the family members, many children in their center to eat together. ഓക്കെ, നമ്മള് എപ്പോഴും ഏതെങ്കിലും ഒരു ടൈമെങ്കിലും, ലഞ്ചിന്റെയോ ബ്രേക്ക്ഫാസ്റ്റിന്റെയോ ഒരു ടൈമെങ്കിലും എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു ടേബിളിൽ ചുറ്റിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആവും. ചെറുപ്പത്തിലൊക്കെ എന്റെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരണ വരെ ഞാനും അനിയത്തിയും കാത്തിരിക്കും. അച്ഛൻ വരുമ്പോ വേറെ ഒന്നും കൊണ്ടുവരും, അച്ഛൻ വരും. അപ്പോ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. അപ്പൊ ഒരുമിച്ച് എല്ലാവരും 4 പേരും കൂടി ചുറ്റും വട്ടം കൂടി, അന്ന് ചെറിയ വീടായിരുന്നു, അപ്പൊ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ എനിക്കറിയാം അച്ഛന്റെ പ്ലേറ്റിൽ കുറച്ച് കറി കൂടുതലാണെങ്കിലും അച്ഛൻ അത് ചെയ്യും, അത് എനിക്ക് തരും. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഫാമിലി തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് അന്നത്തെ കാലത്താണ്, നമ്മളുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ പാരന്റിങ് അല്ലെങ്കിൽ അത് നമുക്കറിയാം, ഇന്ന് കുറെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾക്കെങ്കിലും അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവർ ഫാമിലിയിൽ ഒരുമിച്ചിരുന്നൊരു നേരെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ പാരന്റ്സ് കുട്ടികളോട് ചോദിക്കണം. Okay. Variety in time, preparation, color, texture, and shape of the food also make them feel happy. സ്മൈലിയിലൊക്കെ രീതിയിൽ ദോശയൊക്കെ ചുട്ടു കൊടുക്കുക, അല്ലെങ്കിൽ റൗണ്ട് സ്റ്റാർ ഒക്കെ ആയിട്ടൊക്കെ ദോശയൊക്കെ ചുട്ടു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. പിന്നെ വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ക്ലീനിങ് ദ ടീത്ത് ആഫ്റ്റർ ഫീഡ് ക്യാൻ ബി എയ്ഡ്. എന്ന് വെച്ചാൽ നമ്മള് ബട്ടർഫ്ലൈ, ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ കൈകൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാനും. കഴിച്ചു കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ ടീത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ടീത്തില് അധികം ഫുഡ് പാർട്ടിക്കിൾസ് പറ്റിയിരിക്കാതിരിക്കാൻ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും. ടീത്തിന്റെ ഹെൽത്തിനും അത് നല്ലതാണ്. Children can also encourage to share the food, not spill and waste food. കുട്ടികൾ ഫുഡ് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റ് ആണ്. പക്ഷെ അത് വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വാൺ ചെയ്യണം. എന്തൊക്കെ ചെറുപ്പത്തില് ഞാൻ പഠിച്ചതൊരു മഠത്തിലാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സിസ്റ്ററാണ്. അപ്പൊ ആള് നിങ്ങൾ ഫുഡ് മഠത്തിൽ തന്നെയാണ് അന്ന് ഫുഡ് കിട്ടിയിരുന്നത്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരില്ല. നമ്മള് പ്ലേറ്റിൽ ഫുഡ് വാങ്ങിച്ച് വന്ന് താഴത്തിരുന്നാ കഴിക്കുന്നത്. ഒരു വലിയൊരു വരാന്തുണ്ട്, അവിടെ ഇരുന്നാ കഴിക്കുന്നത്. ആ കഴിക്കുമ്പോൾ ചോറ് ചുറ്റും വീഴാൻ പാടില്ല, വീണ് കഴിഞ്ഞാൽ അടിയുറപ്പാണ്. അതേപോലെ നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വേസ്റ്റ് ചെയ്താൽ നമുക്ക് അടിയുറപ്പാണ്. കാരണം ആദ്യം സിസ്റ്റർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തായിരിക്കും, കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുമ്പോ ആ സ്ഥലത്തായിരിക്കും നോക്കുന്നത്. കാരണം സിസ്റ്ററുടെ ഒരു തിങ്കിങ് ആയിരുന്നു, നമുക്കിപ്പോ ഭക്ഷണം കിട്ടുന്നത്,
ഇനി എത്ര പേർക്കാണ് ഭക്ഷണം കഴിക്കാത്തത് അപ്പൊ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് മോട്ടിവേറ്റ് ചെയ്യുന്നു. ആദ്യം എനിക്കത് ഫോളോ ചെയ്യാനൊക്കെ ഇതിൽ ബുദ്ധിമുട്ടായിരുന്നു, ഭക്ഷണം കളയും അങ്ങനെയൊക്കെയാണ്, ഞാൻ കുറച്ച് വാങ്ങിക്കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയാ സിസ്റ്റർ നമുക്കൊരു ചോറ് പറ്റി പുറത്ത് പോണത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ കഴിച്ചത് പാത്രം ഞാൻ തന്നെ കഴിയോട്ടെ എനിക്ക് കംഫർട്ടബിൾ. അത് അന്ന് ചെറുപ്പത്തിൽ 1, 2, 3 വയസ്സുള്ള 3 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ശീലിപ്പിച്ച ശീലമാണ്. നമ്മൾ അത് തന്നെയാണ് ഇത്രയും നാളായിട്ട് നമ്മള് സ്കൂളുകൾ മാറിയിട്ടും ഇതേപോലെ കോളേജിൽ പോയിട്ടും അത് കഴിഞ്ഞ് PG ചെയ്തപ്പോഴും എവിടെ പോയാലും വർക്ക് ചെയ്ത സമയത്തൊക്കെ ഞാൻ അത് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ഫുഡ് എല്ലാം പുറത്ത് പോകാതെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിന് പോകാൻ താല്പര്യമുള്ളൂ. ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര വിഷമമുള്ള പോലെയാണ്. ഫുഡ് കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടൂല ക്ലീൻ ചെയ്തില്ലെങ്കിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് നോക്കാം, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഫുഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴത്തെ മാനേഴ്സ് നല്ല രീതിയിൽ ചൂസ് ചെയ്ത് കഴിക്കണം. അതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ അധികം സംസാരിക്കാൻ പാടില്ല, അതൊക്കെ നിർബന്ധമാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് സിസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പഠിക്കൊണ്ട് ഇങ്ങനെ അടിവ് കാണിക്കും. അപ്പൊ ഞങ്ങൾ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കില്ല. സംസാരിച്ചു കഴിഞ്ഞാല് ചിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിക്കും ഇത്രയും സ്ട്രിക്റ്റ് ആണോ ഇവിടെ എന്നൊക്കെ വിചാരിക്കുന്നു, ഞാനും എന്റെ കൂട്ടുകാരിക. പക്ഷെ അത് ഇപ്പൊ ബെനിഫിഷ്യൽ ആണ്. അത് പുള്ളിക്കാരൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ അവരുടെ ലൈഫ് സ്റ്റേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന് ഉള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ഇന്നെന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടോ? ആക്ടിവിറ്റീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പ്രസ് ബട്ടൺ അല്ലേ? ഈ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യട്ടോ. ഒരു 5 മിനിറ്റ് തരാം, ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് പ്രസ് ബട്ടൺ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ട്ടാ.
ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും? മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതങ്ങനെ പറഞ്ഞോടാ. മിസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസീസസിനെ പറ്റി അതും പഠിക്കണം, പിന്നെ വാക്സിനേഷനും പഠിക്കണോ? രണ്ടും പഠിക്കണോ? ഇല്ല, രണ്ടുമല്ല, അത് കൂടുതലുണ്ട്. നമ്മള് ഈ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡിസീസ്, എല്ലാ അസുഖങ്ങളും ഏതെല്ലാം പാത്തജൻസ് ആണ് അത് കോസ് ചെയ്യുന്നത്, ഏതൊക്കെ ബാക്ടീരിയാസ്, ഏതൊക്കെ വൈറസ് ആണ് അത് വരുന്നത്, ദെൻ ഇമ്മ്യൂണൈസേഷൻ പഠിക്കണം. ഓൾറെഡി കുറച്ച് നമ്മൾ കോമൺ ചൈൽഡ് ഡിസീസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് ഇത് ഈ വാക്സിനേഷനും കൂടി പഠിക്കണം, ആദ്യത്തെ പോർഷൻ. ദെൻ സേഫ്റ്റി ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനും കൂടി മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് ഡിസീസ്, ദെൻ വാക്സിൻ, ഇമ്മ്യൂണൈസേഷൻ, ദെൻ എന്താണ് ഈ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പ്, സേഫ്റ്റി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഡയറ്ററി. ഓപ്ഷൻ ഒന്നും കൂടെ പറഞ്ഞേ. ഫസ്റ്റ് ഡിസീസ്, പിന്നെ അതിന്റെ അല്ല അങ്ങനെ ഒരു ടേബിൾ ആക്കാം. ഡിസീസ്, പിന്നെ വാക്സിൻ, ഇമ്മ്യൂണൈസേഷൻ, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഡയറ്ററി, ആ ഒരു പോർഷൻ. അല്ല അങ്ങനെയല്ല മിസ്, ഫസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് അത് എളുപ്പമുണ്ട്. ഡിസീസ്, വാക്സിൻ, പിന്നെ അതിന്റെ പ്രിക്കോഷൻ, ഹെൽത്ത് ചെക്കപ്പ്, സേഫ്റ്റി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഡയറ്ററി റിക്വയർമെന്റ്, അതർ ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ ഓൾറെഡി ഏകദേശം ഈ ഹെൽത്ത് നമ്മുടെ ഈ ഒരു പാർട്ടില് ഏതാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പാർട്ട് 1 ഏകദേശം കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡുള്ള മെന്റൽ ഹെൽത്തും കൂടെയാണ് ഈ ഒരു പാർട്ടിൽ എടുക്കാനുള്ളത്. എനിക്ക് മെന്റൽ ഹെൽത്ത് റിലേറ്റിംഗ് ടു നമ്മൾ ഈ ഒരു പാർട്ടിൽ എടുക്കുന്നുണ്ടെങ്കിലും അത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോർഷനിലേക്കാണ് കുറച്ചും കൂടി ചായ്വുള്ളത്. ഹെൽത്ത് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്, എന്നാലും ആ ഒരു പോർഷനാണ് കുറച്ചും കൂടി വരുന്നത്, റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പാർട്ട് 3 പോകുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇന്നത്തെ ആക്ടിവിറ്റി പ്രസന്റ് ചെയ്തോട്ടെ. ഓരോരുത്തർ വേഗം പ്രസന്റ് ചെയ്യണം. ആരൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് ഒന്ന് മെസ്സേജ് അയച്ചാല് നമുക്ക് വേഗം ആക്ടിവിറ്റി. രേഷ്മ ഒന്ന് മ്യൂട്ട് മാറ്റാണെങ്കിൽ രേഷ്മനെ കിട്ടി. പിൻ ചെയ്യാണ്ടാ പ്രസന്റ് ചെയ്തോ? മാം, രേഷ്മ പ്രസന്റ് ചെയ്തോളാം. കാണുന്നുണ്ടോ മാം? കാണാം. ഓക്കെ, പ്രസ് ചെയ്യാ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് പറഞ്ഞത്? തമന്ന. നന്നായിട്ടുണ്ട് തമന്ന. ഓക്കേടാ. ഇത് മോന്റെ ഒരു കുഞ്ഞു ഉടുപ്പായിരുന്നേ, അപ്പൊ അത് കറക്റ്റ് പ്രസ് ബട്ടൺ കിട്ടിയോണ്ട് ഞാൻ പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. പിന്നെ കുഞ്ഞുടുപ്പ് അതിന്റെ കളയാൻ തോന്നിയില്ല, അതാ കട്ട് ചെയ്യാനത് പോക്കറ്റ് ഒന്നും. നല്ല ക്യൂട്ട് ഡ്രസ്സാണ്, പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാം. അടുപ്പിച്ച് ബട്ടൺ ഉണ്ട്, പിന്നെ ഷേപ്പിലുണ്ട് ബട്ടൺ. കാണാം. ഓക്കെ, താങ്ക് യു മാം. അർച്ചന പ്രസന്റ് ചെയ്തോട്ടാടാ. കാണാട്ടാടാ, നന്നായിട്ടുണ്ട്. ഓക്കേടാ. നെക്സ്റ്റ് സിനു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആട്ടോ മാം, ഇതൊക്കെ തൊട്ടങ്ങ് പോരും. ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഇത് ചെയ്യാറുന്നില്ലേ, സ്റ്റിച്ച് ചെയ്യാറുന്നില്ലേടാ? ഇന്നലെ രാത്രിയായിരുന്നു ഒന്നാമത് നോമ്പായതുകൊണ്ട് ഉഷാറില്ല. ഇന്നലെ രാത്രി ചെയ്ത ഇത് ഊരി കഴിഞ്ഞിട്ട് പൊട്ടിപ്പോ, അതുകൊണ്ട് അത് ഊരാൻ പാടില്ല. ഓക്കെ, അത് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നെങ്കിൽ അതൊന്ന് നന്നായിട്ട് അടുത്ത് നോമ്പ് കഴിഞ്ഞിട്ടൊന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാ, എന്താ പറയാ, ഒന്നുകൂടി മോഡിഫൈ ചെയ്തേക്കും. ഓക്കെ, ചെയ്യാം.
ബെൽറ്റിന്റെ ആണ്. കാണുന്നില്ല കേട്ടോ, കാണാമോ? കാണുന്നില്ല. വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റണ്ടോ ഹിമനെ? ഇല്ല ഇല്ല. ഇല്ല മാം, കാണുന്നില്ല. ഓണാണ്. ഇത് കഴിഞ്ഞ ദിവസം വന്ന പ്രശ്നമല്ലേ ഇത്? ചിലർക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഹിമ നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടാ. അടുത്ത ആൾക്ക് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കട്ടാ. പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. എന്താ പേര്? കമറുനിസ. ഓക്കെ, പറയാൻ എപ്പോഴും തെറ്റിപ്പോണ്ട്. ഓക്കേടാ, നല്ല കേട്ടാ. ഈ ഫ്രെയിം സ്റ്റിക്ക് ആണാടാ അന്ന് പറഞ്ഞ സ്റ്റിക്ക് ക്രാഫ്റ്റിന്റെ അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്താരാണ്? സുമയ. സുമയ ഓക്കേടാ. ഇങ്ങനെ പ്രസ് ചെയ്യാം. നന്നായിട്ട് ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. കൺമണി. കൺമണി. Yes, ma'am. ഓക്കെ, വീഡിയോ ഓൺ ചെയ്തു. ക്യാമറ ഓൺ ചെയ്ത്. കൺമണി ഓപ്പോസിറ്റ് മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബട്ടൺ ഫ്രെയിം. ഓക്കെ, കറക്റ്റ് കറക്റ്റ്. കണ്ടോ മാം? കാണാടാ. ബട്ടൺ ഫ്രെയിം ആണോ? അതെ. പിന്നെ വേറെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് കാണിക്കും. അപ്പുറം ാണ് ചെയ്തിരിക്കുന്നത്. ടെൻഷൻ അടിക്കുന്നു. പൊക്കി നന്നായിട്ടുണ്ട് കേട്ടാ. മാത്സൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി കംപ്ലീറ്റ് ആക്കണേ. മാം കാണിച്ചോട്ടെ? കാണിച്ചോളൂ ഹിമ. ക്യാമറ ഓൺ ചെയ്തോട്ടെ. കാണാമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല. റേഞ്ച് കുറവായിട്ടാവും. റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയൊക്കെ. ഞാനൊന്നും കൂടെ നോക്കട്ടെ. റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നഫ്ലി മോൻ പിങ്ക് കവർ ചെയ്തിട്ടുണ്ടോ? അതെ മാം. വുഡൻ ബ്ലോക്സ് ആണോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടാ ചെയ്തത്. പക്ഷെ ചെറിയൊരു വൃത്തിക്കുറവുണ്ട്. നോക്കട്ടെ, കാണിച്ച് കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ മാം? പിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റിയിരുന്നു. നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ചെയ്തപ്പോ ഒന്ന് കണ്ടായിരുന്നു. ഞാൻ കണ്ടു പിങ്ക്, എനിക്ക് കണ്ടു. നേരത്തെ കണ്ടിരുന്നു, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഒന്നും കൂടി കാണിക്കോ? കണ്ട പോലെ വീണ്ടും കണ്ട പോലെ കാണാൻ പറ്റുന്നുണ്ട്. 10% മുതലാണോ വച്ചിരിക്കുന്നത്? 10, 9 അങ്ങനെയാണോ ചെയ്തിരിക്കണേ? ചെയ്തപ്പോ ഉണ്ട്. അതെ മാം, അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാ സൈഡും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആണോ? അല്ല, ലെങ്ത്തും ഇതും ലെങ്ത്തും ബ്രെഡ്ത്തും അതിലൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. പക്ഷെ എനിക്ക് 2 സ്പോഞ്ച് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് മുറിച്ച് വെച്ച് ചെയ്തതാണ്. എല്ലാരും ആദ്യത്തെ ഏറ്റവും അവസാനത്തെ ബ്ലോക്ക് 10 ആയിരിക്കണം.
എന്താ പറയാ ലെങ്ത്തും ബ്രെഡ്ത്തും 10 ആയിരിക്കണം, ജസ്റ്റ് 9 ആയിരിക്കണം ലെങ്ത്തും ബ്രെഡ്ത്തും. അങ്ങനെ സ്ക്വയർ ആയിരിക്കണം എപ്പോഴും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. നമ്മള് മാം ഒരു ക്യൂബ് പോലെയാണോ മാം പറയുന്നത്? ക്യൂബ് പോലെ? ക്യൂബ് പോലെ. ഓക്കെ. അതല്ലേ യൂട്യൂബില് വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോസ് കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് റെഫർ ചെയ്യാം. നാഫി മോൻ ചെയ്തത് തെറ്റൊന്നുമല്ല കേട്ടാ, മോൻ ചെയ്തത് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ആ ഒരു ലെങ്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ബാക്കി ചെയ്യാത്തവരുണ്ടാവുമല്ലോ, അപ്പൊ അത് ലെങ്ത് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കേടാ, കുഴപ്പമില്ല. ഒരു വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തല്ലേ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മുനീറ ഓക്കേടാ, വീഡിയോ ഓൺ ആയി. ഞാൻ അതാണ് ആദ്യം തന്നെ വിചാരിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കി വെച്ച PVC-ന്റെ അല്ല മറ്റേ വയറിങ്ങിന്റെ പൈപ്പ് ചെയ്തതോ. ഓക്കേടാ. അപ്പോ ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് 18 തോന്നുന്നുണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ടൊരു കുട്ടി വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവര് എന്താണ് ഈ നമ്മള് ഫ്രെയിം കൊടുത്തിട്ടുണ്ടല്ലോ, ബട്ടണിങ് ഫ്രെയിം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ അത് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പൊ 3 4 ചെയ്തിട്ടുണ്ട്. ഇനി 8 എണ്ണമാണ് ചെയ്യാനുള്ളത്. നമ്മള് മൊത്തം ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? അതെ മാം തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും അത് ചെയ്യുന്നുണ്ട്, നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു, കാരണം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് മാത്രമേ കാണുന്നുള്ളൂ, ആക്ടിവിറ്റീസ് കാണുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയാമില്ല. പക്ഷെ നിങ്ങളുടെ സംശയം ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവരും ഇത് ചെയ്തല്ലോ എന്ന് ഭയങ്കര ഹാപ്പി ആയി. എനിക്കറിയാം എല്ലാവരും നോമ്പിലാണ്, അപ്പൊ നോമ്പ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വിചാരിച്ചില്ല കമന്റൊക്കെ ചെയ്യുമെന്ന്, ഞാനിപ്പോ വിചാരിച്ചില്ല, നിങ്ങൾക്ക് നോമ്പാണല്ലോ. അത് അപ്പോ നിങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളത് ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? നോമ്പിന്റെ ടൈമിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും കാര്യമില്ല കേട്ടാ. നമുക്ക് ഈ പ്രസന്റേഷന് ദൂരെ പോയി സാധനങ്ങൾ മേടിക്കേണ്ട വിഷയമുള്ളൂ, അല്ലാണ്ട് ബാക്കിയൊക്കെ ഓക്കെയാണ്, ചെയ്യാം, പ്രശ്നമില്ല. ഈ വേറെ ആക്ടിവിറ്റീസ്, വേറെ ടൈപ്പ് ആക്ടിവിറ്റീസ് തരാം. മെറ്റീരിയൽസ് നിങ്ങൾ ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലായി? ഞാൻ വിചാരിച്ചില്ല അത്. പക്ഷേ ഈ നോമ്പിന് മുമ്പായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മാം, ധന്യ മാം. ഓക്കെ മാം, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം നോമ്പ് കാലാണ് അല്ലെ. നമുക്കിപ്പോ മെഡിറ്റേഷനെ കുറിച്ച് തന്നെ പറയാം അല്ലെ. മെഡിറ്റേഷൻ ചെയ്താൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിയാം. ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. റെഡ്യൂസ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് ലെവൽ ധാരാളം കുറയും. അതായത് നമ്മുടെ മാനസിക സമ്മർദ്ദം വളരെയേറെ നല്ലോണം കുറയും. കോൺസെൻട്രേഷൻ കിട്ടും. കൺട്രോൾ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നല്ലോണം കിട്ടും. ദാറ്റ് മീൻസ് സ്ലീപ്പ് വെൽ. ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ്, പ്രതിരോധ ശക്തി നല്ലോണം കൂടും. ഹെർട്ട് ഹെൽത്തി, ഹൃദയത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ബൂസ്റ്റ് യുവർ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി വളരെ ക്രിയാത്മകമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലിയർ യുവർ തോട്ട്സ്. മനസ്സിലൊന്നും പാടില്ല, പക്ഷെ അത് വളരെ പ്രയാസമാണ്. അതിന് നമുക്കൊരു മ്യൂസിക് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൗണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രെയർ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലോണം ഏകാഗ്രത കിട്ടും. നമ്മൾ 15 മിനിറ്റ് ഡെയിലി ചെയ്താൽ അവിശ്വസനീയമായ മാറ്റമാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഒരു ഓവറോൾ വെൽ ബീയിങ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ കൂട്ടുകാരെല്ലാം ഒരു 5 മിനിറ്റ് ചെയ്താലോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ്? ഓക്കെ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക. എല്ലാവരും അവരവരുടെ കണ്ണുകളൊന്ന് പതിയെ ക്ലോസ് ചെയ്യുക. കൈകൾ ലൂസാക്കി നമ്മുടെ അതായത് തുടകൾക്ക് മേലെ മടിയിൽ വയ്ക്കുക. ഓക്കെ, എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ. ബ്രീത്ത് ഇൻ, നമ്മുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. Then slowly breathe out. Okay, breathe in.
slowly breathe out. നെക്സ്റ്റ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം അടിവയറ് വരെ എത്തണം കേട്ടോളൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിറയുന്നത്. നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു വെള്ള നിറത്തിലുള്ള പ്രകാശം വരുന്നത് പോലെ ഫീൽ ചെയ്യുക. ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ബാഡ് തോട്ട്സ് വെളിയിൽ പോകുന്നതായി ഇമാജിൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓരോ തവണ ബ്രീത്ത് എടുത്തിട്ട് വിടുമ്പോഴും നമുക്ക് പോസിറ്റീവ് ആവുന്നത് പോലെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി റിലാക്സ് ചെയ്ത് നമ്മുടെ ശ്വാസത്തിൽ മാത്രം, നമ്മുടെ ശരീരത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കൈകൾ മെല്ലെ ഇളക്കുക. നമ്മുടെ കൈകൾ മെല്ലെ എടുത്ത് നമ്മുടെ കണ്ണുകളിൽ തലോടുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഇത് ഡെയിലി 15 മിനിറ്റ് ചെയ്തു നോക്കുക. ഓക്കെ, മെഡിറ്റേഷൻ പ്രാക്ടീസ്. താങ്ക് യു മാം. Thank you, ma'am, and thank you, ma'am, for your wonderful class, and thank you, Tamanna, Aisha, and thank you all. Good. Have a nice day. നന്നായിരുന്നു കേട്ടോ. അത് തന്നെയാണ് നന്നായിട്ട് present ചെയ്തു. യോഗ പഠിക്കുന്നുണ്ടോ? ഞാന് മെഡിറ്റേഷൻ ശ്രീ രവിശങ്കറിന്റെ കഴിഞ്ഞതാ മാം, ക്ലാസ് കഴിഞ്ഞതാ. അതെ, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതിലൂടെ. നമുക്ക് ശരിക്കും അതിലൂടെ ഒരുപാട് പഠിക്കാനുണ്ട് മാം. ഞാൻ കുറച്ച് ക്ലാസ് ചെയ്തു, പിന്നെ അച്ഛനൊക്കെ ഉള്ളപ്പോ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ അപ്പോഴേക്കും തേർഡ് ബേബി ആയി. അങ്ങനെ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സെഷൻ വരുമ്പോ നമുക്കത് ഗുണം ചെയ്യും യോഗയുടെയൊക്കെ. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗ സെഷൻസ് കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.